ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗോബി മഞ്ചൂരിയൻ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഒരു 250 ഗ്രാം കോളിഫ്ലവർ ഞാൻ ഇതളുകളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പം നമ്മൾ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിൽ ഉപ്പും മുളകൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ പിടിക്കും. ഇനി നമുക്കിത് കുറച്ച് നേരം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പം നമുക്കറിയാം കോളിഫ്ലവറിലൊക്കെ ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടാവും. അത് പോവാനായിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉതിർത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇവിടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കോളിഫ്ലവറൊക്കെ ഇത് വെള്ളത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണത്. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് ഐറ്റംസ് ചെയ്യുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി പേസ്റ്റിന് പകരം റെഡ് ചില്ലി പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിൽ കുറച്ചുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യണുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ വീഡിയോ എടുക്കണ കാരണമാണ് നമ്മളിപ്പോൾ ഫുഡ് കളറൊക്കെ ചേർക്കണത്. നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ചെയ്യുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കോൺഫ്ലവർ ഇതിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോഴാണ് ആ കോൺഫ്ലവറിൻ്റെ പച്ചക്കുത്തൊന്ന് പോവുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പുളിയോ മധുരമോ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലിട്ടിട്ട് ഈ സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂട്ടി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാം. ഞാനിത് ഒരു സെമി കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഇല്ലാത്ത കാരണമാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ ഇതിൽ സ്പ്രിംഗ് ഒണിയൻ വളരെ നിർബന്ധം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കും സവാളയും ഇട്ട് കഴിഞ്ഞാൽ അധികം വേവിക്കാൻ പാടില്ല. നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.